സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരും. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത 3 ദിവസവും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ഓറഞ്ച് അലർട്ടാണ്. മാലദ്വീപ്, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലകളിൽ കാലവർഷമെത്തി. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഇത്തവണ കാലവർഷം നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. ഏത് തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്? കൃഷ്ണ, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. 14 ജില്ലകളിലും അടുത്ത 5 ദിവസം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷം ആൻഡമാനിൽ എത്തിച്ചേർന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മാലദ്വീപ്, കോമോറിൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലയിലാണ് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സാധാരണ എത്തുന്നതിന് 3 ദിവസം മുമ്പ് സാധാരണ കലണ്ടറിൽ മെയ് 22-നാണ് ഈ ആൻഡമാൻ മേഖലയിൽ കാലവർഷം എത്തുന്നത്. പക്ഷേ ഇപ്പോൾ മെയ് 19-ന് തന്നെ എത്തി എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കേരളത്തിൽ മെയ് 31-ന് കാലവർഷം എത്തിച്ചേരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ശക്തമായ മഴ, അതായത് കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് ശക്തമായതോ അതിശക്തമായതോ തീവ്രമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത 3 ദിവസം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ അടുത്ത 3 ദിവസം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഈ 3 ദിവസവും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഓറഞ്ച് അലർട്ട്. മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ പോലും മലയോര ജില്ലകളാണ്, മലയോര മേഖലകൾ കൂടുതലുള്ള പ്രദേശങ്ങളാണ്. അതിനാൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും ശക്തമായ കാറ്റോടും കൂടി അതിതീവ്രമായ മഴ ആ മേഖലയിൽ ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. കർശനമായ ജാഗ്രത പൊതുജനങ്ങളും അതുപോലെ സർക്കാർ സംവിധാനങ്ങളും പാലിക്കണം, മുൻകരുതലുകൾ സ്വീകരിക്കണം, തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണം സർക്കാർ സംവിധാനങ്ങളെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, ഈ അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയാൽ അത് പാലിക്കാൻ തയ്യാറാകണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കൃഷ്ണ, പ്രധാനപ്പെട്ട മറ്റൊരു മുന്നറിയിപ്പ് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്ത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും കടലിൽ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഈ നിർദ്ദേശം കർശനമായി തന്നെ പാലിക്കണമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ബുധനാഴ്ച തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആ ന്യൂനമർദ്ദം അത് ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദവും അതിതീവ്ര ന്യൂനമർദ്ദവുമായി ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത കാലാവസ്ഥാ വിദഗ്ധർ കാണുന്നുണ്ട്. അതിന്റെ സഞ്ചാരപഥമൊക്കെ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനത്തിൽ നിന്നായിരിക്കും വ്യക്തമാവുക. എന്താണെങ്കിലും ഒഡീഷ തീരത്തേക്കായിരിക്കും അത് നീങ്ങുക എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്താണെങ്കിലും സംസ്ഥാനത്ത് മഴ കനക്കും. കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ തീവ്രമായ മഴ സംസ്ഥാനത്തെ പലയിടങ്ങളിൽ ലഭിക്കും. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേക ജാഗ്രത ജനങ്ങൾ പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കർശനമായ ജാഗ്രത വേണം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പ്രത്യേകിച്ച് അടുത്ത 3 ദിവസം. ക്രിസ്റ്റീന, ശരി. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇത്തവണ നേരത്തെയാണ്. ആൻഡമാനിൽ മൺസൂൺ എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ ഈ മാസം 31-ന് കാലവർഷമെത്തും. 2 ദിവസത്തേക്ക് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വലിയ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.